നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സന്ദേശത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് പ്രവേശിക്കാൻ പോകുന്ന ചില സന്തോഷ വാർത്തകളെക്കുറിച്ച്, ശുഭകാര്യങ്ങളെക്കുറിച്ച് ഭഗവാൻ അല്ലെങ്കിൽ പ്രപഞ്ചശക്തി എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് നൽകുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അത് എന്താണ് എന്നറിയാനായിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവാണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഇതിൽ നിന്നും എടുക്കാൻ ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാനായിട്ട് മുന്നിട്ടിറങ്ങുന്ന ആളുകളുടെ ഒരു എനർജിയാണ് കാണുന്നത്. ഇപ്പോൾ ജോലി, സാമ്പത്തികം ഇവ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലായിരിക്കാം നിങ്ങളുള്ളത്. അല്ലെങ്കിൽ നിലവിൽ നിങ്ങൾ നേരിടുന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലായിരിക്കാം നിങ്ങളുള്ളത്. അപ്പോൾ അത്തരത്തിൽ ചില കാര്യങ്ങൾ ജീവിതത്തിൽ നടപ്പാക്കാനുള്ള ഒരു മുന്നൊരുക്കത്തിലാണ് നിങ്ങളിൽ പലരും ഇപ്പോഴുള്ളത് എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ആ ഒരു ശ്രമം, അതായത് എന്ത് കാര്യമാണോ നിങ്ങൾക്ക് പരിഹരിക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണോ നിങ്ങളിലേക്ക് എത്തിച്ചേരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ ഒരു കാര്യത്തിൽ നിങ്ങൾ വിജയിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ആ ഒരു ശ്രമം വെറുതെ ആവില്ല. നിങ്ങൾക്കതിൽ ഒരു ശുഭവാർത്ത കേൾക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുമെന്നുള്ള ഒരു സന്ദേശമാണ് നിങ്ങൾക്കിവിടെ കിട്ടുന്നത്. അതേപോലെ തന്നെ വലിയൊരു പ്രശ്നത്തിൽ നിന്ന്, വലിയൊരു അപകടത്തിൽ നിന്ന് കരകയറി വന്ന ആളുകളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ജീവിതത്തിൽ എല്ലാ രീതിയിലും പ്രതികൂലമായിട്ട് നിന്നിരുന്ന ഒരു സാഹചര്യം നിങ്ങളിൽ പലർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടുള്ള ആളുകളാണ് നിങ്ങളിൽ പലരും. അതേപോലെ തന്നെ നിങ്ങളിലും നിങ്ങൾക്ക് ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു നെഗറ്റീവ് എനർജി മാറിപ്പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്ന ആളുകളിൽ, അതുപോലെ സാഹചര്യങ്ങളിലൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. നിങ്ങളെ പലപ്പോഴും മുന്നോട്ട് നയിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് പ്രതീക്ഷയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. പക്ഷേ അപ്പോഴൊന്നും തളർന്നു പോവാതെ വീണ്ടും ഈശ്വരനിലുള്ള ആ ഒരു വിശ്വാസവും പ്രതീക്ഷയുമൊക്കെ നിങ്ങൾ നിലനിർത്താറുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ചില പ്രതികൂല സാഹചര്യങ്ങളിലേക്ക് മാറ്റങ്ങൾ വരാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് കാണുന്നത്. കൂടാതെ ദൈവിക ചിന്തകൾ നിങ്ങളിലേക്ക് കൂടുതലായിട്ട് കടന്നു വരുന്നുണ്ട്. ദൈവത്തെ കൂടുതൽ അറിയാനും ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാനുമൊക്കെയുള്ള ഒരു ആഗ്രഹം നിങ്ങളിൽ വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളും ചില വ്യക്തികളുടെ മാനസികമായിട്ടുള്ള ഉപദ്രവത്താൽ സങ്കടപ്പെടുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. നിങ്ങൾക്ക് ചുറ്റുമുള്ള പല ആളുകളുടെയും മോശം ദൃഷ്ടി നിങ്ങൾക്ക് മേൽ വീഴുന്നതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങളുടെ കുടുംബത്തിലുള്ളവരാവാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സൗഹൃദമുള്ള ആരെങ്കിലും ആവാം. അതേപോലെ തന്നെ നിങ്ങളോടൊപ്പം ജോലി ചെയ്യുന്ന വ്യക്തികളാവാം. ഇത്തരത്തിൽ ഒരാളോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകളോ നിങ്ങൾക്കെതിരെ നിൽക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ അവരുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇവിടെ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തികൾ ആരെല്ലാമാണെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് സ്വയം അറിവുള്ള ഒരു കാര്യമാവാം. ഇനി അത്തരം ആളുകളെ തിരിച്ചറിയാനായിട്ട് നിങ്ങൾക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല എങ്കിൽ ഇനി മുന്നോട്ട് അത്തരം ആളുകളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിലുള്ള പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് മുന്നിൽ ഭഗവാൻ കൊണ്ട് നൽകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളിൽ കൂടുതൽ ആളുകൾക്കും ആ ഒരു വ്യക്തി നിങ്ങൾക്കെതിരെ നിൽക്കുന്നത് ആരാണെന്നുള്ള ഒരു ധാരണയുണ്ടെന്നാണ് കാണുന്നത്. അവരുടെ സാന്നിധ്യം നിങ്ങളെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഒരിക്കലും അത്തരം ആളുകളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടേണ്ടതില്ല.
നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തേണ്ടതില്ല. കാരണം നിങ്ങൾ ഭഗവാന്റെ സംരക്ഷണത്തിലുള്ള വ്യക്തികൾ തന്നെയാണ്. ഇപ്പോൾ ആരെല്ലാം നിങ്ങൾക്കെതിരെ നിന്ന് പ്രവർത്തിച്ചാലും അല്ലെങ്കിൽ നിങ്ങളുടെ മേൽ മോശം ദൃഷ്ടി വെച്ചാലും അതൊന്നും ഒരിക്കലും നിങ്ങൾക്ക് ഏൽക്കുകയില്ല. എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും ഭഗവാൻ നിങ്ങളെ ഇതുവരെ സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട്. ഇനി മുന്നോട്ടും ആ ഒരു സംരക്ഷണം നിങ്ങൾക്കൊപ്പം ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ തിരിച്ചറിവുകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളിലും ഒരു തിരിച്ചറിവ്, ഒരു വ്യക്തതയൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. നിങ്ങളോടൊപ്പമുള്ള, നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളെ കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള പല സാഹചര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. കൂടാതെ നിങ്ങളിൽ പലരും പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതം ഒരുപക്ഷെ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്തത്ര മാറ്റങ്ങളിലേക്ക് പോകുന്നതാണ്. പലതും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ്. പലതും നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. ഈശ്വരാനുഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന മറ്റൊരു അനുഗ്രഹമായിട്ട് കാണുന്നത്, നിങ്ങളിൽ പല ആളുകൾക്കും മക്കളുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം അഭിമാന നിമിഷങ്ങൾ, സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ്. അത് മക്കളുടെ വിവാഹമാകാം, അവർക്ക് ജോലി ലഭിക്കുന്നതാവാം, അതല്ലെങ്കിൽ വീട്, സ്ഥലം ഇവയൊക്കെ ഉണ്ടാവുന്നതാവാം. അപ്പോൾ അതിലൂടെ ധാരാളം സന്തോഷം നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ വിജയങ്ങൾ പോലും വലിയ വിജയങ്ങളായിട്ട് കണക്കാക്കുന്ന കൂട്ടത്തിലാണ് നിങ്ങളിൽ പലരും. ഇപ്പോൾ മറ്റുള്ളവർക്ക് നിസ്സാരമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് വലിയ കാര്യമാണ്. നിങ്ങളതിന് വലിയ വില തന്നെ നൽകാറുണ്ട്. അതിലൂടെ നിങ്ങളൊരു സമാധാനവും സന്തോഷവും ഒക്കെ കണ്ടെത്താറുണ്ട്. ഇവിടെ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ധാരാളം സന്തോഷവും സമാധാനവും നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു നിരാശയുടെയും സങ്കടങ്ങളുടെയും ഒക്കെ ആ ഒരു ഇരുട്ടിലേക്കൊരു പ്രകാശം വന്നു ചേരുന്ന സാഹചര്യമാണ് കാണുന്നത്. അപ്പോൾ ഈശ്വരനിലുള്ള ആ ഒരു വിശ്വാസവും പ്രതീക്ഷയും ഒക്കെ നിലനിർത്തി പോവുക. അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള ഒരു സന്ദേശം ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പവും നിങ്ങളുടെ കുടുംബത്തോടൊപ്പവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.